ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ മക്കളെ, ഓണപ്പരീക്ഷ ഇങ്ങ് അടുത്തെത്തിയല്ലേ. നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ഇങ്ങനെ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 9ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നിങ്ങളുടെ മലയാളം ഫസ്റ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് സുഹൃതഹാരങ്ങൾ അല്ലേ. കുമാരനാശാൻ്റെ ചണ്ടാള ഭിക്ഷുകിയെ ആസ്പദമാക്കിയുള്ള കവിത. കുമാരനാശാൻ്റെ ചണ്ടാള ഭിക്ഷുകി ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് പോകുന്ന ഒരു ബുദ്ധസന്യാസി. ആരുടെ അടുത്തേക്ക് പോകുന്ന ബുദ്ധസന്യാസി? മാതംഗിയുടെ അടുത്തേക്ക് പോകുന്ന ബുദ്ധസന്യാസി. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ മാറ്റി നിർത്തിയ ഒരു കറുത്ത കാലഘട്ടം നമുക്കുണ്ടായിരുന്നില്ലേ പണ്ടേ. ഇപ്പോഴും ജാതിപരമായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും പണ്ട് കുറച്ചധികം കൂടുതലായിരുന്നു. അപ്പോഴാണ് ദാഹിക്കുന്നു ഭഗിനി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബുദ്ധ സന്യാസി മാതംഗി എന്ന് പറയുന്ന, ചാമർ എന്ന് പറയുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയോട് കുടിക്കാൻ വെള്ളം ചോദിക്കുന്നത്. അപ്പോൾ സ്ത്രീ പേടിച്ചുകൊണ്ട് പറയുകയാണ്, അയ്യോ എന്നാണ് അങ്ങ് പറയുന്നത്, അങ്ങനെയൊന്നും പറയല്ലേ അല്ലേ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ എന്ന് ആര് പറഞ്ഞു? നമ്മുടെ മാതംഗി പറഞ്ഞു, അയ്യോ ബുദ്ധ ഭിക്ഷുവേ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു ചാമർ ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. എന്നോട് അങ്ങ് വെള്ളം ചോദിക്കാൻ പാടില്ല, അങ്ങ് ഉയർന്ന ജാതിക്കാരനല്ലേ. അപ്പോൾ നമ്മുടെ ബുദ്ധ ഭിക്ഷു തിരിച്ചു മറുപടി പറയുകയാണ്, ഞാൻ നിന്നോട് ജാതി ചോദിച്ചില്ലല്ലോ, ഞാൻ നിന്നോട് ചോദിച്ചത് അല്പം വെള്ളം മാത്രമാണ്. കേരള സമൂഹത്തിലെ ജാതിബോധം എടുത്തു മാറ്റേണ്ട പ്രാധാന്യം പറയുന്ന ഒരു സുന്ദരമായ കവിതയാണ് ചണ്ടാള ഭിക്ഷുകി. അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള. അതിലെ കുറച്ച് വരികളാണ് നിങ്ങൾക്ക് സുഹൃതഹാരങ്ങൾ എന്ന പേരിൽ പഠിക്കാനായിട്ട് നിങ്ങളുടെ പാഠഭാഗത്തിലുള്ളത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക്. നമ്മുടെ സുരേഷ് ഗോപി ഈ കോടീശ്വരൻ പരിപാടിയിൽ പറയുന്നൊരു ഡയലോഗില്ലേ, അപ്പോൾ നമുക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാ, മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കണ്ടിരോ കോടീശ്വരൻ? പണ്ടൊരു പരിപാടി ഉണ്ടായി സുരേഷ് ഗോപിയുണ്ട്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തമാശ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ പോകുന്നു സുഹൃതഹാരങ്ങൾ എന്ന് പറയുന്ന കവിതയിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർനാവ് വരണ്ടഹോ. മാതംഗിയോട് കുടിനീർ മാത്രമാണ് ചോദിക്കുന്നത് എന്നതിൻ്റെ പൊരുൾ എന്താണ് അല്ലേ? ഇതാരോട് പറയുന്ന വരികളാണ്. ചിലപ്പോൾ ചോദ്യം വരാം, ആരോട് പറഞ്ഞു, വരികളുടെ ആശയം വ്യക്തമാക്കുക എന്നൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ബുദ്ധ ഭിക്ഷു നമ്മുടെ മാതംഗിയോട് പറയുന്ന വരികളാണ്. എന്താണ് മക്കളെ? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവ് വരണ്ടഹോ. ഞാൻ നിന്നോട് ജാതി ഒന്നും ചോദിച്ചില്ലല്ലോ, ഞാൻ നിന്നോട് അല്പം വെള്ളം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്നാണ് ഈ വരികളുടെ ആശയം. ഇതാരോട് പറയുകയാണ്? നമ്മുടെ ബുദ്ധ ഭിക്ഷു നമ്മുടെ മാതംഗിയോട് പറയുകയാണ്. പക്ഷേ ഈ വരികളിൽ തെളിയുന്ന വലിയൊരു ആശയമുണ്ട്. ഈ കേരളത്തിൻ്റെ സ്ഥിതി സമത്വത്തിൽ ജാതിബോധം, മതബോധം, മതപരമായ വേർതിരിവ് വേണ്ട എന്നൊരു വിശാലമായ ആശയം കൂടി ഈ വരികളിലൂടെ നമുക്ക് മുന്നേ എഴുത്തുകാരൻ, നമ്മുടെ കവി അവതരിപ്പിക്കുന്നുണ്ട്. മനുഷ്യരെല്ലാം ഒരു ജാതിയിൽപ്പെട്ടവരാണെന്ന് ബുദ്ധ ഭിക്ഷു വിശ്വസിക്കുന്നു. എല്ലാ മനുഷ്യരും ഒരു ജാതിയിൽപ്പെട്ടവരാണ്. ഏതാണ് ജാതി? മനുഷ്യജാതി. ഇപ്പം മനുഷ്യജാതിയിൽപ്പെട്ട മനുഷ്യർക്ക് ജാതിപരമായ വേർതിരിവില്ല എന്ന് ആര് പറയുന്നു? നമ്മുടെ ബുദ്ധ ഭിക്ഷു പറയുന്നു. പിന്നെയോ മാതംഗിക്കു ജാതി ചിന്തയുടെ വ്യർത്ഥത ബോധ്യപ്പെടുന്നു. മാതംഗി ചിന്തിക്കുകയാണ്, ഈ ജാതിപരമായ വേർതിരിവുകൾ സമൂഹത്തിലുണ്ടല്ലോ. ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ആര്? മാതംഗി വിശ്വസിക്കുകയാണ്, ഞാൻ ചാമർ ജാതിയിൽപ്പെട്ട ആളല്ലേ, അപ്പോൾ ഞാൻ ഈ സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടവളാണ്. ആ ചിന്തയെ കൂടെയാണ് ഈ ഒരു വരിയിലൂടെ, ഈ ഒരു ചോദ്യത്തിലൂടെ ആര് മാറ്റുന്നത്? ബുദ്ധ ഭിക്ഷു മാറ്റുന്നത്. പിന്നെ എന്താണ്? ഭിക്ഷു അവളെ സഹോദരിയായി കാണുന്നു അല്ലേ. സഹോദരി എന്നാണ് വിളിക്കുന്നത്. ഭഗിനി, ദാഹിക്കുന്നു ഭഗിനി, എനിക്കല്പം ദാഹജലം തരൂ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, കുറച്ച് ദാഹജലം തരൂ. ചാമർ ജാതിയിൽപ്പെട്ട് സമൂഹത്തിൻ്റെ പിന്തള്ള അവസ്ഥയിലുണ്ടായ സ്ത്രീയെ, സമൂഹം തീർത്തും അവഗണിച്ച സ്ത്രീയെ സഹോദരി എന്ന് പറഞ്ഞ് വിളിച്ച് അഭിസംബോധന ചെയ്യുകയാണ് പ്രിയപ്പെട്ട ബുദ്ധഭിക്ഷു. ഇതിലൂടെ ജാതി മതവുമില്ല, മനുഷ്യൻ ഒന്നാണ് എന്നൊരു വലിയ ആശയം ഈ കവിതയിലൂടെ ബുദ്ധഭിക്ഷു നമ്മോട് പറയുന്നു. ഉപാധികളില്ലാത്ത, നിബന്ധനകളില്ലാത്ത മനുഷ്യ സാഹോദര്യത്തെക്കുറിച്ചും ഇവിടെ പ്രകടമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ തർക്കം പറഞ്ഞില്ല യോമലാൾ, തന്നെയാണവൾ കല്ലലിരുമ്പല്ല. ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം. എന്താണ്? ആശയം വ്യക്തമാക്കുക. ആശയം അല്ലേ, വരികളുടെ ആശയം വ്യക്തമാക്കുക. ചോദ്യം വരാം. എന്താണ്? പിന്നെ തർക്കം പറഞ്ഞില്ല യോമലാൾ, തന്നെയാണവൾ കല്ലലിരുമ്പല്ല. വരികളുടെ ആശയം വ്യക്തമാക്കാൻ ചോദ്യം വന്നാൽ ഇത് ആരെക്കുറിച്ച് പറയുന്ന വരികളാണ്?
മക്കളെ ഈ വരി ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ മാതംഗിയെക്കുറിച്ച് പറയുന്ന വരികളാണല്ലേ. പിന്നെ തർക്കം പറഞ്ഞില്ല യോമളാൽ എന്ന് വെച്ചാൽ എന്താണ്? ഈ ബുദ്ധഭിക്ഷു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് മാതംഗി? ഞാൻ നിന്നോട് കുടിക്കാൻ അല്പം വെള്ളമല്ലേ ചോദിച്ചിട്ടുള്ളൂ, പിന്നെ നീ എന്തിനാണ് എനിക്ക് വെള്ളം തരൂല, അത് തെറ്റാണ്, ഞാൻ ജാതിപരമായി താഴ്ന്ന സ്ത്രീയാണെന്നൊക്കെ എന്തിനാണ് ബുദ്ധഭിക്ഷുവിനോട് പറയാൻ പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ അവസാനം ഒരു മാതംഗിക്ക് എന്തു വരുന്നു? കുറ്റബോധവും തിരിച്ചറിവും വരുന്നു. പിന്നെ മാതംഗി ചിന്തിക്കുകയാണ്, തർക്കം പറഞ്ഞില്ല യോമലാൽ, തന്നെയാണവൾ കല്ലിലിരുമ്പല്ല. ജാതിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു മനസ്സ് ആരുടെ ഉള്ളിലുണ്ടായിരുന്നു? ഇരുമ്പായി മാറിയ മനസ്സ് നമ്മുടെ മാതംഗിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അവസാനം നമ്മുടെ ബുദ്ധഭിക്ഷുവിൻ്റെ ചോദ്യങ്ങളൊക്കെ കേട്ട് അവസാനം നമ്മുടെ മാതംഗിക്ക് മനസ്സിലാക്കുകയാണ്, ജാതിയും ബോധം ഒന്നുമില്ല, മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹവും മനുഷ്യത്വവുമാണ് പ്രധാനമെന്ന്. അപ്പോൾ ഈ വരിയുടെ ആശയം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും മേലെയല്ല ജാതി ചിന്തയും ഐക്യ ചിന്തയും എന്ന് മാതംഗി തിരിച്ചറിയുന്നു അല്ലേ. മാതംഗി തിരിച്ചറിയുന്നു മനുഷ്യൻ്റെ സ്നേഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും നന്മയുടെ മുകളിലല്ല ഈ ജാതിബോധങ്ങൾ, എല്ലാ മനുഷ്യ സ്നേഹം മാത്രമാണ് വലുത് എന്ന് ആര് മനസ്സിലാക്കുന്നു? മാതംഗി മനസ്സിലാക്കുന്നു. തന്നെ സഹോദരിയായി കരുതുന്ന ഭിക്ഷുവിൻ്റെ അല്ലൽ ദുഃഖം തീർക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് അവൾ കരുതുന്നുണ്ടാവാം അല്ലേ. തൻ്റെ സഹോദരിയായിട്ടാണ് ആ ബുദ്ധഭിക്ഷു കാണുന്നത്. ദാഹിക്കുന്നു ഭഗിനി എന്നാണ് ബുദ്ധഭിക്ഷു പറയുന്നത്. അപ്പോൾ തന്നെ സഹോദരിയായി കണ്ട ആ ബുദ്ധഭിക്ഷുവിനെ സങ്കടപ്പെടുത്താതെ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുക്കാൻ കൂടി ആര് ബാധ്യസ്ഥയാണ്? നമ്മുടെ മാതംഗി ബാധ്യസ്ഥയാണെന്ന് കാണാൻ സാധിക്കും. പ്രയാസം അനുഭവിക്കുന്ന ഒരാളുടെ അവസ്ഥ കണ്ട് മനസ്സലിവുണ്ടാകുന്നത് മാനവികതയുടെ പ്രതീകമാണ് ആര്? നമ്മുടെ മാതംഗി അല്ലേ. മാതംഗി എന്താണ് മക്കളെ? മാനവികതയുടെ പ്രതീകമാണ്. മാതംഗി മാനവികതയുടെ പ്രതീകമായി ഇവിടെ കടന്നു വരുന്നു. കാരണം എന്താണ്? സമൂഹത്തിൽ ഒരുപാട് അവഗണനകൾ അല്ലേ, പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സ്ത്രീയാണ് മാതംഗി. അവസാനം ദാഹിക്കുന്നു ഭഗിനി സഹോദരി എന്ന് പറഞ്ഞപ്പോൾ അവളുടെ മനസ്സ് അലിഞ്ഞു പോകുന്നു. അവൾ ആ ജാതിബോധമൊക്കെ മാറ്റി അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു. അപ്പം മാതംഗിയുടെ മാനസിക തലത്തെ ആ ഒരു ബോധത്തെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ മുന്നിൽ പ്രതിദാനം ചെയ്യാൻ വേണ്ടിയാണ് ഈ വരികൾ കാവ്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അടുത്ത ചോദ്യം, അല്ലലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങ് ജാതി മറന്നിതോ. മാതംഗി ഇങ്ങനെ ചോദിക്കാനിടയായത് എന്തുകൊണ്ടാവും? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക അല്ലേ. അല്ലലല്ലത് കഥയത് കഷ്ടമേ. അല്ലൽ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ദുഃഖം. അല്ലൽ എന്ന് പറഞ്ഞാൽ ദുഃഖം. അല്ലലെന്ത് കഥയത് കഷ്ടമേ, അല്ലലാലങ്ങ് ജാതി മറന്നിതോ. മാതംഗി ഇങ്ങനെ ചോദിക്കാനിടയായത് എന്തുകൊണ്ടാണ് അല്ലേ. നമുക്കറിയാം ബുദ്ധസന്യാസി എന്താണ് ചെയ്യുന്നത്? കുടിക്കാൻ അല്പം വെള്ളം തരാൻ പറഞ്ഞു. അപ്പോൾ മാതംഗി തിരിച്ചു പറയുന്ന മാതംഗിയുടെ മറുപടി അല്ലേ, മാതംഗിയുടെ മറുപടിയാണിത്. മാതംഗിയുടെ മറുപടിയാണിത്. എന്താണ് മാതംഗി മറുപടി പറയുന്നത്? അല്ലലെന്തു കഥയിതു കഷ്ടമേ, എന്തു ദുഃഖമാണ്, നിങ്ങൾ എന്നോട് വെള്ളം ചോദിക്കാൻ പാടില്ല. ഇപ്പം എന്താണ്? വെള്ളം ചോദിച്ചതിനുള്ള മറുപടി. ആരാണ് വെള്ളം ചോദിച്ചത്? നമ്മുടെ ബുദ്ധഭിക്ഷു അല്ലേ. വെള്ളം ചോദിച്ചതിനുള്ള മറുപടിയാണ് ഈ വാക്ക് എന്ന് വ്യക്തം. ഏത് വെള്ളമാണ്? ആരാണ് ചോദിച്ചത്? നമ്മുടെ ബുദ്ധഭിക്ഷു നമ്മുടെ മാതംഗിയോട് ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് വെള്ളം തരണം. അപ്പോൾ മാതംഗി പറയുകയാണ്, ഉയർന്ന ജാതിക്കാരനായ അങ്ങ് താഴ്ന്ന ജാതിയിൽപ്പെട്ട എന്നോട് വെള്ളം ചോദിക്കാൻ പാടില്ല അല്ലേ. ഇപ്പം എന്താണ്? ജാതിപരമായ വേർതിരിവ് ഇവിടെ പ്രകടമാണ്. ആരുടെ മനസ്സിലെ? മാതംഗിയുടെ മനസ്സിൽ ജാതിപരമായ വേർതിരിവുണ്ട്. കാരണം എന്താണ്? സമൂഹത്തിലെ എല്ലാ ഉന്നത കുലജാതന്മാരും, സമൂഹത്തിലെ എല്ലാ ഉയർന്ന ജാതിക്കാരും ചാമർ വിഭാഗത്തിൽപ്പെട്ട മാതംഗിയെ പോലെയുള്ള സ്ത്രീകളെ അവഗണിച്ചിട്ടേ ഉള്ളൂ. ആ സമയത്താണ് ഒരു ബുദ്ധഭിക്ഷു ഉയർന്ന ജാതിക്കാരൻ എന്ന് പറയുന്നത്, സഹോദരി കുടിക്കാൻ അല്പം വെള്ളം തരണം. അപ്പോൾ ആ സാമൂഹിക ചുറ്റുപാടിൽ നിന്നും ആ സാമൂഹിക വ്യവസ്ഥയിൽ നിന്നും മാതംഗിയുടെ മറുപടിയാണ്. ഇപ്പം എന്തും കൂടി എഴുതാം, സാമൂഹിക വ്യവസ്ഥിതിയിൽ നിന്നുള്ള മറുപടി അല്ലേ. സാമൂഹിക വ്യവസ്ഥിതിയിൽ നിന്നുള്ള മറുപടിയായി നമുക്കിതിനെ കാണാൻ സാധിക്കും. സാമൂഹിക വ്യവസ്ഥിതിയിൽ നിന്നുള്ള മറുപടി. കാരണം എന്താണ് മക്കളെ? അല്ലലാൽ എന്ത് കഥയത് കഷ്ടമേ, അങ്ങയുടെ ജാതി മറന്നിതോ. മാതംഗി നമ്മുടെ ബുദ്ധഭിക്ഷുവോട് ചോദിക്കുകയാണ്, അല്ലൽ എന്ത് ദുഃഖമാണ്, അങ്ങയുടെ ജാതി എന്താ, അങ്ങ് ഉയർന്ന ജാതിക്കാരനാണ്,
ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവളാണ്, അങ്ങയുടെ ജാതി മറന്ന് എന്നോട് വെള്ളം ചോദിക്കരുത്, എനിക്ക് വെള്ളം തരാൻ പറ്റില്ല, ഞാൻ അങ്ങേക്കാളും താഴ്ന്ന ജാതിയിൽപ്പെട്ടവളാണ് എന്ന് പറയുന്നതാണ് ഇവിടെ മാതംഗിയുടെ വരിയിലൂടെ അർത്ഥമാക്കുന്നത്. ആ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നെ എന്താണ് പ്രതീക്ഷിക്കാൻ സാധിക്കുക? ഒരു പ്രഭാഷണം അല്ലേ, ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. കാരണം എന്താ, നമുക്കറിയാം നമ്മുടെ മലയാളം പരീക്ഷയുടെ അവസാനത്തെ കുറച്ച് ചോദ്യങ്ങളില്ലേ, ചിലപ്പോൾ ആസ്വാദനക്കുറിപ്പോ കഥാപാത്ര നിരൂപണമോ പ്രഭാഷണമായിരിക്കാം. ഇപ്പം നമുക്കൊരു പ്രഭാഷണം പഠിച്ചാലോ? മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ്. ആര് പറഞ്ഞ വാക്കാണ്? ശ്രീനാരായണ ഗുരു. എൻ്റെ സാമൂഹിക ദർശനം 3 വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഇതാര് പറഞ്ഞതാണ്? ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ വാക്കുകളാണ്. ശ്രീനാരായണ ഗുരുവും അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് കാവ്യഭാഗത്ത് എത്രത്തോളം പ്രകടമാകുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിച്ച് ചണ്ടാള ഭിക്ഷുകിയുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. മക്കളെ, പ്രഭാഷണം തയ്യാറാക്കാനാണ് ചോദ്യം. പ്രഭാഷണം തയ്യാറാക്കുക. ഏതാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്? ചണ്ടാള ഭിക്ഷുകിയുടെ സമകാലിക പ്രസക്തി അല്ലേ? ചണ്ടാള ഭിക്ഷുകിയുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രഭാഷണം തയ്യാറാക്കാനാണ് ചോദ്യം. അപ്പം എങ്ങനെ നമുക്ക് പ്രഭാഷണം തയ്യാറാക്കാം? ആദ്യം നമ്മൾ എന്ത് പറയണം? മാന്യ സദസ്സിന് വന്ദനം അല്ലെങ്കിൽ നമസ്കാരം എന്ന് പറയാം. നമസ്കാരം എന്ന് പറഞ്ഞ് തുടങ്ങാം. നമസ്കാരം. ഇതെന്ത് പറയാം? മനുഷ്യർ തമ്മിലുള്ള മൂലബന്ധം സ്നേഹമാണ്. മനുഷ്യർ തമ്മിലുള്ള ബന്ധം എന്താണ്? സ്നേഹമാണ്. പരസ്പരം ഒരു ജീവൻ എന്നതിലപ്പുറം മനുഷ്യർ കണ്ടെത്തിയ ജാതിയോ മതമോ നിറമോ ഒന്നും ആശാൻ്റെ കാഴ്ചപ്പാടിലും കൃതികളിലും ഉണ്ടായിരുന്നില്ല അല്ലേ? ആശാൻ്റെ കൃതികളിൽ മനുഷ്യ സ്നേഹമല്ലാതെ ജാതിപരമായ മതപരമായ ഒരു വേർതിരിവും ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഭാഷണത്തിൻ്റെ ആദ്യ ഭാഗത്ത് കൂട്ടിച്ചേർക്കാം. മനുഷ്യർക്ക് സ്നേഹത്തെക്കാൾ ഉപരിയായി ഈ ഭൂമിയിൽ മറ്റൊന്നും ആവശ്യമില്ല അല്ലേ? സ്നേഹമാണ് അല്ലേ? ONV പറയുന്നുണ്ട്, സ്നേഹിക്കുകിൽ സ്നേഹമാണ് അഖില സാരമൊഴിയിൽ, വേദനിപ്പിക്കുകിൽ വേണമേ സ്നേഹബന്ധങ്ങൾ ഒഴിയിൽ. ഇതൊക്കെ ONV സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. അതേപോലെ നമ്മുടെ കുമാരനാശാനും സ്നേഹത്തെക്കുറിച്ചാണ് തൻ്റെ കാവ്യഭാഗങ്ങളെല്ലാം തന്നെ വാചാലനായത്. പിന്നെന്താണ് മക്കളെ? ജാതീയത കൊടികുത്തി വാണിരുന്ന കാലഘട്ടത്തിലാണ് ആശാൻ തൻ്റെ കൃതികൾ എഴുതി തുടങ്ങിയത്. നവോത്ഥാന മൂല്യങ്ങളുടെ ആകെ തുകയായിരുന്നു ആശാൻ്റെ കൃതികൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലീനായിരുന്നു ആരെന്ന് പറയുന്നത് ആശാൻ. ഗുരുവിൻ്റെ ആശയങ്ങളോടും രീതികളോടും അങ്ങേയറ്റം നീതി പുലർത്തിയിരുന്ന ആശയങ്ങളും തത്വങ്ങളുമാണ് ആശാൻ പുലർത്തിയിരുന്നത് അല്ലേ? ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളോട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ ആ തത്വദർശനങ്ങൾ തന്നെയായിരുന്നു നമ്മുടെ കുമാരനാശാനും എന്ത് ചെയ്തത്? പിന്തുടർന്നത് എന്ന് കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് എന്നാണ് ഗുരു അവതരിപ്പിക്കുന്നത് അല്ലേ? ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞത്? മനുഷ്യൻ്റെ ജാതി എന്താണ്? മനുഷ്യത്വമാണ്. താണ ജാതിയെന്നോ ഉയർന്നവനെന്നോ ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൽ ഇല്ലായിരുന്നു. അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ തന്നാലാകും വിധം സമൂഹത്തെ പുനരുദ്ധീകരിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ജാതി കൊണ്ട് മനുഷ്യൻ കെട്ടിയ വേലികളല്ല മനുഷ്യത്വമെന്ന് ഗുരു തൻ്റെ ജീവിതം കൊണ്ട് തെളിയിക്കുകയായിരുന്നു. അംബേദ്കർ ആകട്ടെ, അംബേദ്കർ എന്താ പറഞ്ഞ മക്കളെ? രാജ്യത്തിൻ്റെ അഖണ്ഡതയിൽ വിശ്വസിച്ച മഹനീയ വ്യക്തിത്വമാണ് അല്ലേ? നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ വ്യക്തിയല്ല അംബേദ്കർ. അംബേദ്കർ നമുക്കൊരു മാതൃകയാണ്. ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലും തൻ്റെ ജനതകളുടെ സ്വാതന്ത്ര്യമായ ജീവിതത്തിലും പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് അംബേദ്കർ. സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നതിലപ്പുറം മനുഷ്യൻ്റെ ജീവിതത്തെ അന്തസ്സുറ്റതാക്കാൻ ഈ സമൂഹത്തിൽ മറ്റൊന്നും ആവശ്യമില്ല എന്ന് അംബേദ്കർ പറയുന്നു അല്ലേ? മനുഷ്യ ജീവിതത്തിൽ എന്ത് വേണം? സമത്വം വേണം, സാഹോദര്യം വേണം, പിന്നെയോ സ്വാതന്ത്ര്യം വേണം അല്ലേ? നമ്മളെ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ സ്നേഹമാണ് വലുത്. അംബേദ്കർ എന്താണോ പറയുന്നത്? സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം ഇവയും വേണം. ഇപ്പം അംബേദ്കറും ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും ഒക്കെ പറയുന്ന വാചകം എന്താണ്? സ്നേഹത്തെക്കുറിച്ചാണല്ലോ മക്കളെ. സ്നേഹത്തെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെന്താ? മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ജാതിമത ചിന്തകൾക്ക് അതീതമായി തന്നെ ആശാനും തൻ്റെ കവിത അവതരിപ്പിക്കുന്നത്. ഇന്നും ലോകത്തിൽ നവോത്ഥാന മൂല്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായും കുട്ടികൾക്കിടയിൽ പോലും പലതരത്തിലുള്ള വേർതിരിവുകൾ കാണാൻ സാധിക്കും. എന്നാൽ നവോത്ഥാന മൂല്യങ്ങൾ വരും തലമുറയ്ക്ക് നൽകുന്ന സാമൂഹിക ഐക്യമെന്ന ആശയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം അല്ലേ?
നന്ദി നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ പ്രഭാഷണം അവസാനിപ്പിക്കാം. അവസാനം പറയാം, നവോത്ഥാന മൂല്യങ്ങൾ. എന്താണ് നവോത്ഥാന മൂല്യം എന്ന് പറഞ്ഞാൽ? സ്നേഹം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇവ വരും തലമുറയ്ക്ക് കൂടി നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രഭാഷണത്തെ മക്കളെ അവസാനിപ്പിക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം എന്താണ്? സുഹൃതഹാരങ്ങൾ നൽകുന്ന ജീവിത പാഠങ്ങൾ എന്തെല്ലാം? ക്രോഡീകരിക്കുക. ഓക്കെ, ഈ സുഹൃതഹാരങ്ങളില്ലേ നമ്മൾ കവിത, ഈ കവിത നമുക്ക് തരുന്ന ജീവിത പാഠം എന്താണ്, ഒരു സന്ദേശം എന്താണ് എന്നാണ് ചോദ്യം. നോക്കാം. മനുഷ്യർ ഒരു ജീവിവർഗം എന്ന നിലയിൽ തുല്യരാണ്, അല്ലേ? മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്ന വലിയ സന്ദേശം നമുക്ക് തരുന്നു. സമത്വം എന്നതിൽ സ്വാതന്ത്ര്യവും അടങ്ങിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, അതാണ് വലുത്. ജാതി മത വേർതിരിവ്, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വേർതിരിവൊന്നും നമ്മൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. സമത്വമാണ് കവിത പറയുന്നത്. സമത്വമുള്ളിടത്തെ സാഹോദര്യം ഉണ്ടാവും, അല്ലേ? തൻ്റെ കൂടിയിരിക്കുന്ന വ്യക്തി തൻ്റെ സഹോദരനാണ് എന്ന് തോന്നുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണമെന്നുകൂടി കവിത നമ്മോട് പറയുന്നു. ഒരേ ഉദരത്തിൽ നിന്ന് ജനിച്ചവരാണല്ലോ സഹോദരങ്ങൾ, അല്ലേ? ഒരു അമ്മ പെറ്റ വയറിലാണല്ലോ സഹോദരങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് എന്ന വലിയ തിരിച്ചറിവിലേക്ക് കാവ്യഭാഗം നമ്മെ കൊണ്ടെത്തിക്കുന്നു. ഓരോരോ തുള്ളികൾ ചേരുന്നതാണ് പ്രവാഹം. പ്രവാഹത്തിൽ താരതമ്യഭേദങ്ങളില്ല, അല്ലേ? നമ്മളൊന്നും വ്യത്യാസമില്ല, ഒരു വ്യത്യാസവുമില്ല. നമ്മൾക്കിടയിൽ ഒരു വ്യത്യാസവുമില്ലാതെ നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും മനുഷ്യത്വമുള്ളവരായി ജീവിക്കണമെന്ന വലിയൊരു ആശയം കാവ്യഭാഗം നമുക്ക് തരുന്നു. സമത്വവും സാഹോദര്യവും ഉണ്ടാവുകയുള്ളൂ. ഇതെല്ലാം ഉള്ളെടുത്ത് മാത്രമേ എന്തുണ്ടാകൂ? സമത്വവും സാഹോദര്യവും ഉണ്ടാകൂ. ഭഗിനി, സോദരി എന്നെല്ലാം ഭിക്ഷു വിളിക്കുന്നത് മാതങ്കിയുടെ ഉള്ളിൽ ജാതിക്ക് അതീതമായ സഹോദര സ്നേഹത്തിൻ്റെ സുഹൃതഹാരങ്ങൾ അർപ്പിക്കുന്നു. സുഹൃതഹാരം, അല്ലേ? എന്താണ്? പുണ്യത്തിൻ്റെ പൂമാല. സഹോദരി എന്ന് വിളിച്ചുകൊണ്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ടവളാണ് എന്ന മാതങ്കിയുടെ ചിന്ത മാറ്റിക്കൊണ്ട് ജീവിതത്തെ സ്നേഹത്തിലും സാഹോദര്യത്തിലും, അല്ലെ, ജാതിമത ബോധങ്ങൾക്ക് അതീതമായി മനുഷ്യ നന്മയിൽ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന കുമാരനാശാൻ്റെ മനോഹരമായ കവിതയാണ് ചണ്ടാല ഭിക്ഷുകി. അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സുഹൃതഹാരങ്ങൾ. ഇപ്പം മക്കളെ, മുത്തോണികളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സുഹൃതഹാരങ്ങളുടെ കുറച്ച് പാഠഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ ഫുൾ കോൺഫിഡൻസിൽ ആത്മവിശ്വാസത്തോടു കൂടി എക്സാം ഹാളിലേക്ക് ചെല്ലുക. കാവ്യഭാഗം നന്നായി വായിക്കുക. ഇന്നത്തെ കാലത്ത് നിലനിൽക്കുന്ന ജാതീയ ബോധം എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്കത് മറികടക്കാൻ സാധിക്കുക, അതൊക്കെ എന്താണ്, എങ്ങനെയാണ് ഈ സുഹൃതഹാരങ്ങൾ എന്ന് പറയുന്ന കവിത നമ്മളോട് പറയുന്നത് എന്നൊക്കെ നോക്കി വരികളൊക്കെ പഠിച്ച് ആശയങ്ങളൊക്കെ പഠിച്ച് നല്ല ചുറുചുറുക്കോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടി എക്സാം ഹാളിൽ ചെന്നെത്തുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായി എക്സാം എഴുതട്ടെ. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.